ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം അനുതേച്ചി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺ വോയിസിൽ വരുന്നത്. അപ്പം നിറയെ തെറ്റുകളുണ്ടാവും, അതെല്ലാം എന്നോട് ക്ഷമിച്ച് പൊറുക്കണേ. പിന്നെ ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു. ഏകദേശം ഒരു 12 സിനിമയിലൊക്കെ നല്ല വേഷം തന്നെ ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ജാതി ജാതകത്തിലുണ്ട്, 18+ ജേണി ഓഫ് ലവ്, മത്ത്, നജിസ്. പിന്നെ ഇപ്പം തമിഴ് സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, പിന്നെ വലിയ ആളൊന്നല്ല കേട്ടാ, ചെറിയൊരാളാണ്, ഉമ്മണാച്ചി. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും നന്ദി, സന്തോഷം, സ്നേഹം. ഇനിയും മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കൽ മാത്രമാവരുതേ. പിന്നെ എന്നോട് ഫേസ്ബുക്ക് പറഞ്ഞേ കുറച്ചും കൂടി ഉഷാറാവണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഉഷാറായേക്കാന്നല്ലേ. ഇന്ന് രാത്രിയത്തെ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയാം കേട്ടോ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. രാത്രി ഇങ്ങനെ ലഘു ഭക്ഷണമെന്ന്. കുറച്ച് വെള്ളം ഒഴിച്ചു, അതിനുശേഷം ഒരു മുട്ട ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് അരക്കുക പറഞ്ഞാൽ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഒരു ദോശക്ക് ഞാൻ പാരുവാന്ന്. നിങ്ങൾ വിചാരിക്കും ഗോതമ്പ് ദോശ ആയിരിക്കും അറിയാത്തതെന്ന്. എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാലും ഞാനൊന്ന് വെറുതെ ഒന്നിങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി ദോശയായിരിക്കും. അടുത്തത് ഒരു ദോശക്കും കൂടി പാരട്ടെ. അടുത്ത ദോശക്ക് ഈ ദോശ ഒന്നിങ്ങനെ മറിച്ചിടുക. പായിക്കോ. അപ്പം കുറച്ച് നെയ്യ് വരട്ടണം. വേണമെങ്കിൽ, ഒരു അത്യാവശ്യമൊന്നുമല്ല, വേണമെങ്കിൽ പുരട്ടാം, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങളേക്ക് ഈ ഗോതമ്പ് ദോശക്കാന്ന് ഇവളിങ്ങനെ കളിക്കുന്നത്. ഗോതമ്പ് ദോശയായാലും പണിയുണ്ട്, ചിലപ്പോൾ ഒന്നും ഇന്ന് കിട്ടില്ല. ഇത് ഇത്തിരി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല എന്തെങ്കിലും ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാ കേട്ടാ. ഇങ്ങനെ ഇടക്ക് തഴുവനൊന്ന് തട്ടിക്കൊടുക്കണം. അപ്പോഴല്ലേ ഒന്നൊരു കല്ലുമായിട്ട് ഒന്നിങ്ങനെ മിണ്ടണം ഈ ദോശ. ഡേ കണ്ടില്ലേ? അയ്യോ ഇതൊന്ന് ഇങ്ങനെ കണ്ട, അടിപൊളിയാന്നേ ദോശ. ടേസ്റ്റി ഫുഡാണ്. നല്ല മൊരിയണം, അപ്പോഴാണ് ടേസ്റ്റ് കേട്ടോ.